നമസ്കാരം ശ്രീ ആർ ഹുസൈൻ. നമസ്കാരം. യാ. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന രണ്ട് വാർത്ത, ഈ കഴിഞ്ഞ ആഴ്ചയിൽ വന്ന രണ്ട് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത്, ഒന്ന് നമ്മുടെ പോർച്ചുഗീസ് സൂപ്പർ താരം റൊണാൾഡോ. അദ്ദേഹം നമുക്കറിയാം സൗദി അറേബ്യൻ ഫുട്ബോൾ ക്ലബിലേക്ക് മാറി, അൽ നസറിലേക്ക്. റൊണാൾഡോ ഇസ്ലാം മതം സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നുവെന്ന് അവിടുത്തെ മുൻ ഗോൾ കീപ്പർ വലീദ് അബ്ദുള്ള പറയുകയുണ്ടായി. റൊണാൾഡോ നമുക്കറിയാം ഈ ലോകമെമ്പാടുമുള്ള ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് എന്റെ വീട്ടിലൊക്കെ എന്റെ മകൻ ഒക്കെ വലിയ ആരാധകനാണ്. അപ്പോ അങ്ങനെ ഒരു സംഭവം, അത് പ്രത്യേകിച്ചും അതിന് ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ മതം മാറ്റത്തെ കുറിച്ച് നിരവധി തവണ റൊണാൾഡോയോട് സംസാരിച്ചിരുന്നു എന്ന് വലീദ് അബ്ദുള്ള പറഞ്ഞു. അതൊരു പോയിന്റ് ആണല്ലോ. മറ്റൊരു വാർത്ത, ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ജനപ്രിയ പേരുകളായ നോഹ ഒലിവർ എന്നീ പേരുകളെ പിന്തള്ളി മുഹമ്മദ് ഒന്നാമതെത്തി എന്നുള്ളതാണ്. നമുക്കറിയാം പാശ്ചാത്യ രാജ്യങ്ങളിൽ ഈ ഒരു പ്രത്യേക മതവുമായോ സമുദായവുമായോ ബന്ധപ്പെടുത്തി കേൾക്കാൻ ആഗ്രഹിക്കാത്തവരുടെ എണ്ണം കൂടി വരുന്നു, അല്ലെ? ഈ ഏകദൈവ വിശ്വാസത്തിൽ നിന്നൊക്കെ ആളുകൾ പുറകിലേക്ക് പോകുന്നു, ഈ ക്രൈസ്തവ പള്ളികളൊക്കെ അടച്ചു പൂട്ടുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു. അതിനിടയിലൂടെ ഈ സമാധാന മതത്തിലേക്ക് ആകൃഷ്ടരാകുന്നവരുടെ എണ്ണം കൂടുന്നതാണല്ലോ ഇതൊക്കെ സൂചിപ്പിക്കുന്നത്, ഈ വാർത്തകളൊക്കെ. പ്രത്യേകിച്ച് വളരെ പ്രശസ്തരായിട്ടുള്ളവർ പോലും ഇതിലേക്ക് ആകർഷിതരാകുന്നു എന്ന് പറയുമ്പോൾ അതിന്റെയൊക്കെ ഒരു അതിലേക്ക് കൊണ്ടുപോകുന്ന ഫാക്ട്സ് എന്തൊക്കെയാണ്? ഓക്കെ. ഈ റൊണാൾഡോയുടെ വിഷയം പറയുമ്പോൾ അതിൽ റൊണാൾഡോ ഏതായാലും ഇതുവരെ മതം മാറിയതായിട്ടൊന്നും എവിടെയും സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇതൊരു ടാക്റ്റിക്കാണ്. ഇസ്ലാം മതം എന്ന് പറയുന്ന മതം അത് നിലനിൽക്കുന്നത്, അതൊരു പ്രൊഡക്റ്റ് എങ്ങനെയാണോ നിലനിൽക്കുന്നത് അതേപോലെ തന്നെയാണ്. അതിന് നിരന്തരമായ മാർക്കറ്റിംഗ് വേണം. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെൽ ചെയ്യുന്ന സമയത്ത് അതിനെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞ് അതിനെക്കുറിച്ചുള്ള പരസ്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അങ്ങനെയാണ് അത് മാർക്കറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഇസ്ലാമിൻ്റെ വിഷയം വരുമ്പോൾ അതിലേക്ക് വരുന്ന സെലിബ്രിറ്റീസിനെ കാണിച്ചിട്ടാണ് അവർ മതം ഒരു വലിയ സംഭവമാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇവിടെ ഒരു റൊണാൾഡോ വന്നു എന്നതുകൊണ്ട് ഇസ്ലാമിന് വലിയ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. ഞാൻ പറയും അത് സംഭവിക്കും. അതൊരു വലിയ ഗുണമായിട്ട് തന്നെയാണ് ഇസ്ലാം അത് പ്രൊജക്റ്റ് ചെയ്യുക. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണല്ലോ നമ്മൾ മാധവിക്കുട്ടി ഇസ്ലാമിലേക്ക് വന്ന സമയത്ത് ഞാനൊക്കെ വിശ്വാസിയാണ്. അതൊക്കെ നമുക്കുണ്ടാക്കിയിട്ടുള്ള ഒരു മോറൽ ഹൈ, അതുപോലെ തന്നെ നമ്മളുടെ വിശ്വാസം ശരിയാണ് എന്ന് ഒരു തേർഡ് പാർട്ടി വാലിഡേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായ ഒരു ഉല്ലാസം എന്നൊക്കെ പറയുന്നത് അത് ചില്ലറ കാര്യമൊന്നുമല്ല. അത് അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ്. അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫീലിംഗ് ആണ്. അവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും അതുപോലെ അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എത്ര തെറ്റായിട്ടുള്ള സംഗതിയാണെങ്കിൽ പോലും അതിനെ ഒരു ഇൻഡിറക്റ്റ് ഒരു വാലിഡേഷൻ കിട്ടുന്ന ഒരു പണി കൂടിയാണ് ഇവിടെ സംഭവിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ മതപരിവർത്തനം എന്ന് പറയുന്നത് എപ്പോഴും മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഒരു പേഴ്സണൽ ആവശ്യം കൂടിയാണത്, അല്ലെങ്കിൽ അവരുടെ ഒരു എക്സിസ്റ്റൻസിൻ്റെ ഒരു ആവശ്യം കൂടിയാണത്. അതിനു വേണ്ടിയിട്ട് അവർ നിരന്തരം ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഇനി ഈ കളിക്കാരുടെ നേർക്ക് അതിപ്പോൾ ഒരു റൊണാൾഡോ മാത്രമൊന്നുമല്ല. ഇപ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിലെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകൾ, കളിക്കാരായിട്ടുണ്ടായിരുന്ന ആളുകൾ, അവരുടെ അടുത്ത് കളിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇപ്പോൾ ബാറ്റ് ചെയ്യാൻ വേണ്ടി രണ്ടുപേർ ഇറങ്ങി വരുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. നമ്മളുടെ ഫസ്റ്റ് ബാറ്റിങ്ങിനൊക്കെ വേണ്ടി വരുമ്പോൾ അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് വരുന്നു. അല്ലെങ്കിൽ കളി കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന സമയത്ത്, ഈ സമയത്തൊക്കെ നടന്നു പോകുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയാം. കളി എങ്ങനെ ഉണ്ടായിരുന്നു, അതിന് നമ്മൾ പൊളിക്കണം, നമുക്ക് ബെറ്റ് വെക്കാം, ഞാൻ 5 സിക്സർ അടിക്കും, നീ എത്ര സിക്സ്, ഇതൊക്കെ നമുക്ക് പറയാം. ഇവിടെ അതൊന്നുമല്ല പറയുന്നത്. ഇവർ പറയുന്ന സമയത്ത് ഇതേ സ്വർഗം, നരകം, ഊറികൾ. അപ്പോൾ മതത്തിലേക്ക് വന്നോ, ഈ കളിയുടെ ഇടയിൽ എങ്ങാനും വല്ല പന്തും കൊണ്ട് നിങ്ങൾ വടിയായാൽ നിങ്ങൾ നരകത്തിൽ പോവും, നിങ്ങൾ മരിക്കുന്നത് മുസ്ലിമായിട്ടല്ല. ഇത് പറയാൻ വേണ്ടിയിട്ട് ഈ കളിയിലേക്ക് ആ ഗ്രൗണ്ടിൻ്റെ അങ്ങേയറ്റത്തു നിന്ന് ഈ സ്റ്റമ്പിൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന ആ സമയത്ത് പോലും അവർക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ മതം അവരുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് നിങ്ങൾ ആലോചിക്കുക. ഇതൊരു വലിയ വിഷയം തന്നെയാണ് ഈ മതപരിവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാ മതങ്ങൾക്കും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും സെമിറ്റിക് മതങ്ങൾക്കാണ് ഇത് കൂടുതൽ. ക്രിസ്ത്യാനിറ്റി അതുപോലെ ജൂതമതത്തിനില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഈ ഇസ്ലാമിനും ക്രിസ്ത്യാനിറ്റിക്ക് ഇത് വളരെ വ്യാപകമായിട്ട് അവർ ഉപയോഗിക്കുന്നൊരു സാധനമാണ്. നമ്മളൊക്കെ ഇപ്പോൾ എക്സ് മുസ്ലിങ്ങളെന്ന് പറഞ്ഞിട്ട് ഇവിടെ കോയ കോളിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്പറൊക്കെ വെച്ച് ചെയ്യുമ്പോൾ പലപ്പോഴും അതിലേക്ക് വിളിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എന്ന് പറയുന്നത് ഈ ക്രിസ്ത്യൻ ഈ പാസ്റ്റർമാരായിട്ടുള്ള ആളുകൾ എന്ന് വെച്ചാൽ ഈ മതം പരിവർത്തനം നടത്താൻ വേണ്ടിയിട്ടൊക്കെ നടക്കുന്ന ആളുകൾ നമ്മളെ വിളിക്കാറുണ്ട്. അത് വിശ്വാസികൾ വിളിക്കാറുണ്ട്, പള്ളിയിലച്ചന്മാരും വിളിക്കാറുണ്ട്. ചില ഇതിനു വേണ്ടി നടക്കുന്ന ഏതൊക്കെയോ ആളുകൾ, പേരൊന്നും ഓർമ്മയില്ല. അവർ വിളിച്ചിട്ട് പറയുന്നത് നിങ്ങൾ ശരിയാണ്, ഇതൊക്കെ വിട്ടൊക്കെ ശരിയാണ്, പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് സത്യദൈവത്തെക്കുറിച്ച് അറിഞ്ഞില്ല എന്ന് ചോദിക്കും. അപ്പോൾ ഏതാണ് ഈ സത്യദൈവം എന്ന് നമ്മൾ അവരോട് ചോദിക്കുകയാണ്. അപ്പോൾ അവർ കുടുങ്ങും. അപ്പോൾ ഞാൻ അവരോട് ഓക്കെ, എൻ്റെ കയ്യിൽ ഒരു ദൈവമുണ്ട്, അത് ഞാൻ ഒരെണ്ണം എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതല്ല സത്യം, ഇതാണ് സത്യം എന്ന് പറയും. ഇതെങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ഡിസ്കഷൻസൊക്കെ പോകും. പക്ഷേ നമ്മൾ ആലോചിക്കുന്നത്
ഈ തരത്തിൽ ദൈവത്തെ കച്ചവടം ചെയ്ത് മതത്തെ പ്രചരിപ്പിച്ചുകൊണ്ട് അതിലേക്ക് ആളെ കൂട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമായിട്ട് കൊണ്ടു നടക്കുന്ന മതങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള കൺവേർഷൻ ന്യൂസ് എന്ന് പറയുന്നത് അതൊരു വലിയ ഒരു വാലിഡായിട്ട് അവർക്ക് വലിയ സംഭവമായിട്ട് കൊണ്ടു നടക്കാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇത് സമൂഹത്തിലുണ്ടാക്കുന്ന പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപരമായിട്ടുള്ള ആംഗിളിൽ ചിന്തിക്കാതെ മതത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്ന ആളുകളെ പോലും മതത്തിലൂടെ തന്നെ കാര്യങ്ങൾ കാണണം, മതത്തിൻ്റെ വിഷയങ്ങളെക്കുറിച്ചിട്ട് സദാസമയം ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരണം എന്ന് അവരെ മനഃപൂർവ്വം അതിന് ഉണർത്തുന്ന തരത്തിലേക്കാണ് ഇത് വരിക. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഹിന്ദു കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന രീതിയിലേക്ക് വരികയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഹിന്ദു മതത്തിലേക്ക് ആളെ ക്ഷണിക്കുന്ന രീതിയിൽ ഇപ്പോൾ ഹരേ കൃഷ്ണ മൂവ്മെൻറ്റ് അങ്ങനെ പല സാധനങ്ങളും നമ്മൾ പറയും. ഇപ്പോൾ ഇസ്കോൺ ടെമ്പിളിനെ കുറിച്ച് പറയാറുണ്ട്. അവരെന്താ ചെയ്യുന്നത്? ഇതേ മാതൃക അവരും പിൻപറ്റുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. ഒരു സെമറ്റൈസേഷൻ ഓഫ് ഹിന്ദു റിലീജിയൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇസ്ലാം ചെയ്യുന്ന പോലെ, ക്രിസ്ത്യാനിറ്റി ചെയ്യുന്ന പോലെ ഹിന്ദു മതം ചെയ്യുന്നു. സൺഡേ ക്ലാസ്, മദ്രസ, വേദപഠനം എന്ന് പറഞ്ഞിട്ട് അവർ തുടങ്ങുകയാണ്. അപ്പോൾ ഇത് എന്താണ് അതുകൊണ്ട് ഉള്ള ഗുണം? സമൂഹത്തിന് ഒരു ഗുണമില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ആളുകളെ കൂടുതൽ മതം തലയിൽ കൊടുത്ത് കൂടുതൽ ആളുകളെ പ്രശ്നത്തിലേക്ക് കൊണ്ടുവരിക, കൂടുതൽ അന്ധവിശ്വാസികളാക്കുക എന്നുള്ളതേ ഇതിനകത്ത് വഴിയുള്ളൂ. വിശ്വസിക്കാൻ ഓരോ ആളുകൾക്ക് ഓരോ അന്ധവിശ്വാസം, അങ്ങനെ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് ഒരു ദോഷം തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവണത. അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ആവശ്യകത എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രശ്നങ്ങൾ അതുകൂടി മനസ്സിലാക്കാൻ പറ്റുന്ന തലത്തിലേക്ക് അത് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ റൊണാൾഡോയുടെ കൺവേർഷൻ സംബന്ധിച്ചുള്ള ന്യൂസ് വരുമ്പോൾ അവിടെ ആകെ കൂടി നമ്മളതിനകത്ത് കാണുന്ന ഒരു ആംഗിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു മനസ്സിലാക്കേണ്ട പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്, കളിക്കാൻ വന്നു കഴിഞ്ഞാൽ കളിക്കാൻ വിടുക, അതിനു പകരം അവരെ പിടിച്ച് മതം സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു പ്രവണത അത് ഇസ്ലാമിന് വളരെ വ്യാപകമാണ്, കൂടുതലാണ്. അതുകൊണ്ടും കൂടിയാണ് ഈ ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് മറ്റു മതങ്ങളെക്കാൾ എന്നും കൂടി മനസ്സിലാക്കാനുള്ള കാരണമാണ്. ഒരു ഉദാഹരണം കൂടി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഖത്തറിൽ വേൾഡ് കപ്പ് കഴിഞ്ഞ തവണ നടന്നപ്പോൾ വേൾഡ് കപ്പിനെ കുറിച്ച് നമുക്ക് എന്തെല്ലാം പറയാം. ഇപ്പോൾ ബ്രസീലിൽ വേൾഡ് കപ്പ് നടന്നിട്ടുണ്ട്, ഫ്രാൻസിൽ നടന്നിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട്. അവിടെ എവിടെയും തന്നെ മതപരിവർത്തനത്തെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ ഒരു വാർത്ത അതിനോട് ചേർത്ത് നമ്മൾ പറയേണ്ടി വന്നിട്ടില്ല. അതേസമയം അവിടെ നമ്മൾ പറഞ്ഞത് അവിടുത്തെ ഇപ്പോൾ ബ്രസീലിലേക്ക് വരുമ്പോൾ അവിടുത്തെ സാമ്പാ നൃത്തത്തെക്കുറിച്ച് നമ്മൾ പറയുന്നു, അതല്ലെങ്കിൽ അവിടെയുള്ള വഴിയോര കാഴ്ചകളെക്കുറിച്ച് പറയുന്നു. അങ്ങനെ പല പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഖത്തർ വേൾഡ് കപ്പിലേക്ക് വന്നപ്പോൾ നമ്മൾ പറഞ്ഞത് സാക്കിർ നായിക്കിനെ കുറിച്ച്, വേൾഡ് കപ്പിൻ്റെ ഇടയിൽ മതപരിവർത്തനം നടത്തപ്പെട്ട ആളുകളുടെ എണ്ണത്തെക്കുറിച്ച്. അപ്പോൾ ഒരു വശത്ത് അവിടെ ഫുട്ബോൾ മാച്ച് നടക്കുമ്പോൾ ഇപ്പുറത്ത് കൺവേർഷൻ മാച്ച് നടക്കുകയാണ്. അതായത് അവിടെ ഇതുപോലെ ആളുകളെ നിരത്തി നിർത്തിയിട്ട് മതം പ്രചരിപ്പിക്കുന്നതിൻ്റെ ചിത്രം എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാജ വാർത്തയും ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള വാർത്ത വരെ പടച്ചു വിടുകയാണ്. അങ്ങനെ പലതും അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുകയാണ്. ഇതാരാ ചെയ്യുന്നത്? ഇത് ചെയ്യുന്നത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ വ്യാജ വാർത്ത പോലും ഹലാലാകുന്ന ഒരു അവസ്ഥ പോലും നമ്മൾ അതിനകത്ത് കണ്ടു. അത് നമ്മൾ കണ്ടു. അതായത് ഖത്തർ ഈ വേൾഡ് കപ്പ് നടക്കുമ്പോൾ അവിടെ വേദിക്കരികിൽ വെച്ചുകൊണ്ട് സാക്കിർ നായിക്കിൻ്റെ പ്രസംഗം കേട്ട് ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ പ്രചരിച്ചു. സത്യത്തിൽ ആ വീഡിയോ വേറെ എന്നോ നടന്നതാണ്. പക്ഷേ അവർ മനഃപൂർവ്വം ഈ വിഷയത്തോടൊപ്പം ചേർത്ത് പ്രചരിപ്പിക്കുകയാണ്. അതാരാ ചെയ്യുന്നത്? ഇതേ ആളുകളാണ് ചെയ്യുന്നത്. അപ്പോൾ അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ജുബൈറിനെ പോലെയുള്ള ആളുകൾ ഫേക്ക് ന്യൂസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന ആളുകളാണ്. പക്ഷേ ഈ ന്യൂസ് വരുമ്പോൾ അവർ പോലും കണ്ണടയ്ക്കുന്ന അവസ്ഥ. ഇത് കുഴപ്പമില്ലാതെ ഇത് ഹലാൽ ഫേക്ക് ന്യൂസ് ആണെന്നുള്ള രീതിയിലേക്ക് വരെ വരികയാണ്. ഇതാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. ഇത് തുറന്നു കാണിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് നമ്മൾ പറയുന്നത്. ഇനി മുഹമ്മദ് എന്ന് പറയുന്ന പേരിലേക്ക് വരുമ്പോൾ നമ്മൾ പറയുന്ന ഒരു വിഷയത്തെ വാലിഡേറ്റ് ചെയ്യുന്നൊരു വാദമാണത്. അതായത് നമ്മൾ പറയുന്നു ലോകത്ത് ഇസ്ലാം വളരുന്നു എന്നാണ് ഇവർ പറയാം. ഓക്കെ, പ്യൂർ റിസർച്ച് ഉണ്ടെന്നാണ് പറയാം. ഈ പ്യൂർ റിസർച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഉള്ളിൽ എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇസ്ലാം വേഗത്തിൽ വളരുന്നത്. വൈ ഇസ്ലാം ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഇൻ ദ വേൾഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം അതിന് താഴെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത് ഇറ്റ് ഈസ് സിമ്പിൾ ഡെമോഗ്രാഫിക്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണത്? വർദ്ധിച്ച ഫെർട്ടിലിറ്റി റേറ്റ് ആണെന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് വർദ്ധിച്ച കുട്ടികൾ ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ ഒരു പോപ്പുലേഷൻ അത് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2.1 ആണ് ഫെർട്ടിലിറ്റി റേറ്റ് പറയുന്നത് എന്നുണ്ടെങ്കിൽ ഇസ്ലാമിൻ്റെ മുസ്ലിം കുടുംബങ്ങളിലേക്ക് വരുമ്പോൾ അത് ക്ലോസ് ടു 3 എബവ് 3 വരെ വരുന്ന അവസ്ഥകളുണ്ട്. അപ്പോൾ പെറ്റുകൂട്ടുന്ന കാരണം കൊണ്ടാണ് ഇസ്ലാം വളരുന്നത് എന്നതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം അതിനോട് ചേർത്ത് തന്നെ പറയാവുന്നതാണ് ഈ ഫെർട്ടൈൽ ഏജിലുള്ള സ്ത്രീകൾ, ആ യങ് പോപ്പുലേഷനിലുള്ള സ്ത്രീകൾ അത് ഏറ്റവും കൂടുതലുള്ളത് മുസ്ലിം കുടുംബങ്ങളിലാണ്. മറ്റുള്ള മതങ്ങളിൽ അത് 30+ ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ ഇസ്ലാമിലേക്ക് അത് വരുമ്പോൾ ബിലോ 25 ആണ് എന്നാണ് അതിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇത് അവർ പറയില്ല. എന്തുകൊണ്ട് ഇസ്ലാം വളരുന്നു എന്നത് മാത്രം അല്ലെങ്കിൽ ഇസ്ലാമാണ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എന്ന് പറഞ്ഞിട്ട് അവർ തലക്കെട്ട് മാത്രം പ്രചരിപ്പിക്കും. അതിൻ്റെ ഉള്ളിലുള്ള കാരണം ഇവർ
ഒളിപ്പിച്ച് വെക്കും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി ഇതേ പ്യൂർ റിസർച്ച് തന്നെ പറയുന്ന മറ്റൊരു പഠനം കൂടിയുണ്ട്. അതിൽ ഇതുപോലെ കൺവേർഷനെ കുറിച്ചാണ് ഇവർ പറയുക. റൊണാൾഡോ വരുന്നു, പല ആളുകൾ വരുന്നതിനെക്കുറിച്ച് പറയും. അതിൽ അവർ പറയുന്നുണ്ട് ഈ കൺവേർഷൻ നടക്കുന്നുണ്ട്, ശരിയാണ്. US മാത്രം കണക്കാണ് അതിൽ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്. അപ്പോൾ ഒരു വർഷം 23% ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു, പക്ഷേ 24% ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഇതവർ മിണ്ടില്ല. ഇതും ഈ കണക്കിൽ പറയുന്നതാണ്. അപ്പോൾ നെറ്റ് ഗെയിൻ എന്ന് പറയുന്നത് എത്രയാണ്? ഓൾമോസ്റ്റ് 0 ആണ്. അത് ഇത് അകത്തേക്ക് വരുന്നത് പുറത്തേക്ക് പോകുന്നത് ഒരേപോലെയാണ് എന്ന് വരുന്നത് ഇവർ മിണ്ടില്ല. അപ്പോൾ കൺവേർഷൻ കൊണ്ട് ഇസ്ലാം വളരുന്നുണ്ട് എന്നൊരിക്കലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ വളരുന്നുണ്ട്. അതിനെ വളർച്ച എന്നാണോ വിളിക്കുക? അല്ല, അതിനെ പെരുകുക എന്നാണ് പറയേണ്ടത്. അത് പെറ്റുപെരുകുന്ന മതം ഈ ഇസ്ലാം എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ പച്ചയ്ക്ക് പറയേണ്ടിടത്താണ് ഈ വളർച്ച എന്നൊക്കെ പറഞ്ഞതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നത്. ഇനി ഇത് നമ്മൾ പറയുമ്പോൾ ഇവർ വിശ്വസിക്കാറില്ല. അങ്ങനെയൊന്നുമില്ല എന്ന് പറയും. ഇപ്പോൾ കുട്ടികൾക്ക് പേരിടുന്നു എന്ന് തന്നെയാണല്ലോ പറഞ്ഞത്, അല്ലാതെ മുതിർന്നവർക്ക് പേരിടുന്നു എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന കുട്ടികൾക്ക് ഇടുന്ന പേര് മുഹമ്മദ് എന്ന് പറയുമ്പോൾ നമ്മളെന്താ പറഞ്ഞത്? പെറ്റുപെരുകുന്നു. ഓക്കെ, പെറ്റുപെരുകുന്ന സമയങ്ങളിൽ ആൺകുട്ടികൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഇടുന്ന പേര് ഏതാണ്? അത് മിക്കവാറും മുഹമ്മദ് തന്നെയായിരിക്കും. അതങ്ങനെയാണ്. നിങ്ങൾ ഏത് മുസ്ലിം കുടുംബത്തിലും ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മുഹമ്മദ് ഉണ്ടാവും. അത് ഫസ്റ്റ് നെയിമായിട്ടോ സെക്കൻഡ് നെയിമായിട്ടോ ഉണ്ടാവും. എൻ്റെ പേരിലും ഉണ്ട് ഒരു മുഹമ്മദ്. ആരിഫ് ഹുസൈൻ തെരുവത്ത് മുഹമ്മദ് എന്നാണ് എൻ്റെയും പേരിനകത്തൊരു മുഹമ്മദ്. എൻ്റെ വാപ്പയുടെ പേര് മുഹമ്മദാണ്. വല്ലിപ്പാടെ പേര് മൊയ്തുണ്ണി മുഹമ്മദ് എന്നാണ്. അതിനകത്ത് ഒരു മുഹമ്മദ്. അപ്പോൾ 3 തലമുറയിൽ മുഹമ്മദാണ്. ഇനി അങ്ങോട്ട് നമ്മളുടെ ബാക്കിയുള്ള കുടുംബക്കാരുടെ പേരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ ഉണ്ട് ഈ ഒരു മുഹമ്മദ് എന്ന് പറയുന്നതും അല്ലാത്തതൊക്കെ ആയിട്ടുള്ള പേരുകൾ. അപ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ പോയി നമ്മൾ നോക്കുകയാണെങ്കിൽ മുരുകൻ എന്നുള്ള പേര് ഏറ്റവും കൂടുതൽ കാണുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് ഓരോ പോപ്പുലേഷൻ അനുസരിച്ച് അവരുടെ ഇടയിൽ ഉള്ള പോപ്പുലറായിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഐക്കൺസ് അതൊക്കെ വെച്ചിട്ടാണ് പലപ്പോഴും ഉണ്ടാവുക. അത് ഇവർ കൊട്ടിഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് കണക്കെടുത്ത് വെച്ചിട്ട് കണ്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വേറെയും ചില കണക്കുകൾ പറയാറുണ്ട്. നിങ്ങളിപ്പോൾ ഒരു ജയിലിലേക്ക് പോവുക, അവിടെയുള്ള ജയിൽ പുള്ളികളുടെ പേരെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് കൂടുതൽ മുഹമ്മദ് കാണാം. കാരണം നിങ്ങൾ പറയുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന പേര് മുഹമ്മദ് ആണെന്നുണ്ടെങ്കിൽ ഒരു പോപ്പുലേഷൻ എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ പോപ്പുലേഷൻ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള കാര്യമാണ്. ഈ ജയിൽ പുള്ളികളുടെ എണ്ണം എടുക്കുന്ന സമയത്ത് അവിടെ ചില പ്രത്യേക മതങ്ങൾ കൂടുതൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു കമ്പയറിങ് ടു ദ പോപ്പുലേഷൻ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ആ റേഷ്യോ വെച്ച് നോക്കുമ്പോൾ. അങ്ങനെ നോക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന പേര് അത് മുഹമ്മദായിട്ട് വരുമ്പോൾ നിങ്ങൾ പറയുമോ? ഇല്ലല്ലോ. മുഹമ്മദാണ് ഏറ്റവും കൂടുതൽ ജയിൽ പുള്ളികളുടെ പേര് എന്ന് നിങ്ങൾ പറയില്ല. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള സാധനം എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്? മതം വളർത്തുക, മതം വളരുന്നു എന്നുള്ളത് പരസ്യപ്പെടുത്തുക, ഇതാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇതൊക്കെ ബാക്ക് ഫയർ ചെയ്യുന്ന വാദങ്ങളാണ്. ഇതൊക്കെ പ്രചരിപ്പിക്കുന്ന ഏതെങ്കിലും വിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ പറയുന്ന വാദങ്ങളെ നിങ്ങൾ വാലിഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇൻഡിറക്ട്ലി. പെറ്റുപെരുകുന്ന മതമാണ് ഇസ്ലാം എന്ന് നമ്മൾ പറയുന്ന സംഗതിയെ നിങ്ങൾ പച്ചയ്ക്ക് പറയുമ്പോൾ സമ്മതിക്കാറില്ല. പക്ഷേ പേരിൻ്റെ കണക്ക് വന്നപ്പോൾ നിങ്ങളത് തുറന്ന് സമ്മതിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നിടത്താണ് ഇതിൻ്റെ കണക്കുകൾ നിങ്ങളെ ചതിക്കുന്നത് എന്നും കൂടിയാണ് ഇവിടെ എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഓക്കെ, യെസ്, താങ്ക്സ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.